അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ് നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാറ്. മരണവാർത്തകളാണ്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു ദിവസം മരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു മരണത്തിന് വേണ്ടിയായിരിക്കണ്ടേ നമ്മുടെയൊക്കെ ജീവിതം? അതിനു വേണ്ടിയല്ലേ നമ്മൾ തയ്യാറെടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവനുള്ള കാലത്തെ നമുക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ചിറപ്പ് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ജീവനുള്ള കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ജീവനുള്ള കാലത്തെ നമുക്ക് പടച്ചിറപ്പ് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം നൽകിയിട്ടുള്ളൂ. അത് പരമാവധി ഉപയോഗിക്കുക. അതിന് പടച്ചിറപ്പ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും നടക്കുന്ന നടപ്പിലും ഓടുന്ന ഓട്ടത്തിലും കിടക്കുന്ന കിടപ്പിലും പാടുന്ന പാട്ടിലും അവരറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് പടച്ചിറപ്പ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തട്ടെ. ഈമാൻ വിട്ടുള്ള ഒരു കളിയും നമ്മൾ കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ളത് മരണമാണെന്നുള്ള കാര്യം ആരും മറന്നുകൂടാ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം മാത്രമല്ല നന്നാവുന്നത്, നമ്മുടെ മരണവും അവിടെ സുഖകരമാവുകയാണ്. നമ്മളൊക്കെ കാണുന്നില്ലേ, ഇന്നലെ വരെ നമ്മുടെ കൺമുന്നിലൂടെ പത്രാസം കാണിച്ച് അഹങ്കരിച്ച് നടന്നവർ, ആളുകളെയൊക്കെ കിടകിട ഉറപ്പിക്കുന്ന നമ്മുടെയൊക്കെ കവലയിലെ റൗഡികൾ എല്ലാവരും മരണത്തിൻ്റെ മുന്നിൽ തോറ്റുപോവുകയാണ്. നാടിനെ കിടകിട വിറപ്പിച്ച ജഗപോക്രിയായ കില്ലാടി പോലും മരണത്തിൻ്റെ മുന്നിൽ നിശബ്ദമായി പോവുകയാണ്. ഇന്നലെ നമ്മുടെ മുന്നിൽ പാൻറ്റും സൂട്ടും ഇട്ട് അഹങ്കരിച്ച് നടന്നവൻ മരണത്തിൻ്റെ മുന്നിൽ കണ്ണും ചിമ്മി മിണ്ടാതെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മരണത്തിലൂടെയും പടച്ചിറപ്പ് നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരണം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു രോഗവുമില്ല, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ഭാര്യ വിളിച്ചു നോക്കിയപ്പോൾ ഉണർന്നില്ല. തീർന്നു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം, ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, നമുക്ക് ജീവനുള്ള കാലത്ത് നമുക്ക് ചെയ്യാനുള്ള നന്മ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. മരണത്തിലേക്കുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നല്ലൊരു മരണത്തിന് വേണ്ടി. അതിനുള്ളൊരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഇത്. റാസൽ ഖൈമയിൽ രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി വിട്ട് വീട്ടിൽ വന്ന് കിടന്നതാണ്. പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചപ്പോൾ ഉണർന്നില്ല. അങ്ങ് മിണ്ടാതെ അങ്ങ് കിടക്കുകയാണ്. മരണപ്പെട്ടുപോയി. അതെ, അൻവർ എന്ന ഈ ഒരു സഹോദരൻ ഒന്നും പറയാതെ, ഒന്നും ഉരിയാടാതെ, മിണ്ടാതെ അങ്ങ് പോയി പടച്ചിറപ്പിലേക്ക് മടങ്ങി. ഓരോ മരണത്തിനും പടച്ചിറപ്പ് ഓരോ കാരണങ്ങൾ തന്നിട്ടുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൃദയാഘാതം. പയ്യന്നൂർ സ്വദേശിയാണ്. റാസൽ ഖൈമയിലാണ് ജോലി ചെയ്യുന്നത്. പെരുമ്പ ചിറ്റാരിക്കവൽ സ്വദേശി അൻവർ. 44 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കിടന്ന കിടത്തത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നായിരുന്നു വാർത്ത. പടച്ചിറപ്പ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യുമ്പോൾ അവരുടെ ഖബറിൽ അവർക്ക് സന്തോഷമുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നത്. അതിലൂടെയായിരിക്കാം നമ്മളൊക്കെ കൈച്ചലായി പോകുന്നത്. പരേതനായ അബ്ദുൽ കെ ഖാദറിൻ്റെയും അസ്മയുടെയും മകനാണ് മരണപ്പെട്ടുപോയ അൻവർ. 2 മക്കളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഈ അറ്റാക്ക് മരണം എന്നുള്ളത് പ്രവാസികളിലാണ് നമ്മളൊക്കെ കൂടുതലായി കാണുന്നത്. പ്രവാസികൾക്ക് ഇതെന്തുകൊണ്ട് വരുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. തെറ്റായ രീതിയിലുള്ള ഭക്ഷണം, ഉറക്കം, അമിതമായുള്ള ടെൻഷൻ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള അറ്റാക്ക് മരണം സംഭവിക്കുന്നത്. മരണം എന്നുള്ളത് പടച്ചിറപ്പിൻ്റെ കലാകാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതിനാണ് പടച്ചിറപ്പ് നമുക്ക് ബുദ്ധിയും ചിന്താശക്തിയും തന്നിട്ടുള്ളത്. എല്ലാം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പടച്ചിറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. എല്ലാവരെയും പടച്ചിറപ്പ് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അൻവർ എന്ന ഈ ഒരു സഹോദരന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ, കഴിയുന്നവരൊക്കെ അൻവറിന് വേണ്ടി നിങ്ങളുടെ സമയമനുസരിച്ച് മയ്യത്ത് നിസ്കരിക്കുക. പടച്ചിറബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, അൻവർ എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗം കൊടുക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചിറബ്ബെ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചിറബ്ബെ, 2 മക്കളും ഭാര്യയും ഉള്ളതാണ് റബ്ബെ. അവരെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ. നിന്റെ ഒരു നോട്ടം അവരിൽ ഉണ്ടാകണേ റബ്ബെ.
ആരുടെ മുന്നിലും അവരെ തലകുനിപ്പിക്കല്ലേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.